അപ്പം നമുക്ക് നല്ല പ്രോട്ടീൻ ലഡു ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ 3 പാക്കറ്റ് എള്ളെടുക്കുക. പലരും പല രീതിക്കാണ് പ്രോട്ടീൻ ലഡു ഉണ്ടാക്കുക. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മിക്സഡ് സീഡ്സിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലെല്ലാതും ഉണ്ട്, പംകിൻ, വാട്ടർമെലൻ എല്ലാം. പിന്നെ ശർക്കര അത് ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ഈന്തപ്പഴം ആയാലും മതി. ഞാൻ ഈന്തപ്പഴം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ സീഡ് ഒന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എള്ള് ഇതേപോലെ ചൂടാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 2 സെപ്പറേറ്റ് ഒരുമിച്ചാക്കി കൂടെ. ഇതിൽ ഞാൻ എള്ള് പൊടിക്കണില്ല, എള്ള് അങ്ങനെ തന്നെയാണ് ഞാൻ ഇടണത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ രണ്ടും ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് പൊടിക്കണം. മറ്റേ മിക്സഡ് സീഡ്സ് മാത്രമാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണുള്ളത്. അത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈന്തപ്പഴം ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്ക് പൊടിച്ചതും ഏലക്കും പൊടിച്ചതും ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലെങ്കിലും നെയ്യിൽ ഈന്തപ്പഴം ഇട്ടിട്ട് മിക്സാക്കിയാൽ മതി. ഞാനിവിടെ ശർക്കര ഉണ്ടെങ്കിലാണ് നമുക്ക് ബോളാക്കി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇതിൽ ഒരുക്കണമെന്ന് മാത്രം. ശർക്കര അങ്ങനെ ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചുക്കും ഏലക്കായും പൊടിച്ചത് പൊടിയിടാണ്. എന്നിട്ട് അത് രണ്ടും മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചൂടാക്കി വെച്ച സീഡ്സൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു നെയ്യ് കുറച്ച് കയ്യിൽ പുരട്ടിയിട്ട് അങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ടൊരു നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസോ വല്ല കണ്ടെയ്നേഴ്സിലോ അങ്ങനെ നമുക്ക് 1 വീക്കൊക്കെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ചൂടാറിയിട്ട് വേണം കേട്ടോ കൈ ബോളാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. ഞാനിവിടെ കൈ പൊള്ളിയിട്ട് കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കുഴച്ച് റൗണ്ടാക്കി വന്നപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് അതിനെ ബോൾസ് ആക്കാൻ വേണ്ടി കുറച്ച് നിർത്തി. അതും 2 ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിന് മതിയായിട്ട് അത് പോയി. അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ബോൾസൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഓരോ ദിവസം ഓരോന്നിട്ട് കഴിക്കുക, ഹെൽത്തി കുട്ടന്മാരായിട്ടിരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ റുട്ടീനാക്കണം കേട്ടോ. നമ്മുടെ മുടി ഒഴിച്ചലിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വിറ്റാമിൻ ഡി കുറവായതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി ഇന്തപ്പോഴതൊന്നും കഴിക്കാനും ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ ബോൾസ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പോൾ അത്ര